My dear students, in the last class, we have studied about the endocrine system that controls and coordinates all activities in the body. The endocrine system includes endocrine glands, their secretions called hormones, which are the chemical messengers that regulate cellular activities in our body. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥയെന്നും ഇവയിൽ അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഉൾപ്പെടുന്നു എന്നും കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശ വാഹകരാണ് ഹോർമോണുകൾ എന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു. As the endocrine glands do not have particular ducts to carry their hormones to various tissues, they are carried through blood to different parts of the body. അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളെ സംവഹിക്കുന്നതിന് പ്രത്യേക കുഴൽ സംവിധാനമൊന്നും ഇല്ലാത്തതിനാൽ ഈ ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് സംവഹിക്കപ്പെടുന്നത്. Do the hormones transported through blood function in all cells? രക്തത്തിലൂടെ സംവഹിക്കപ്പെടുന്ന ഈ ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടോ? Hormones reach every cell in the body as they are transported by blood. രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ട്. But each hormone only acts upon those cells which have specific receptors. എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. Each hormone molecule is identified and received by the specific receptors seen in the cell membrane. ഓരോ ഹോർമോൺ തന്മാത്രകളെയും തിരിച്ചറിഞ്ഞ് അവയെ സ്വീകരിക്കുന്നതിന് പ്രത്യേകം ഹോർമോൺ ഗ്രാഹികൾ കോശ സ്തരത്തിൽ കാണപ്പെടുന്നു. Only those cells having specific receptors can receive a specific hormone. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്കു മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. All of you look at the illustration 3.1. Here you can see the hormone molecules are of same size and same shape. But there are two types of hormone receptors are shown in the picture. Here you can see only the specific receptor can receive the specific hormone molecule. എല്ലാവരും ചിത്രീകരണം 3.1 നിരീക്ഷിക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള ഹോർമോൺ തന്മാത്രകൾക്ക് ഒരേ വലിപ്പവും ഒരേ ആകൃതിയുമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ രണ്ടു തരം ഹോർമോൺ ഗ്രാഹികൾ ചിത്രീകരിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക.
ചിത്രീകരണത്തിലെ ഒരു പ്രത്യേക ഗ്രാഹിക്കു മാത്രമേ ആ പ്രത്യേക ഹോർമോൺ തന്മാത്രകളെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Like this, each hormone molecule acts only upon those cells which have specific receptors. ഇതുപോലെ ഓരോ ഹോർമോണും പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നു. The cells which are acted upon by hormones are called as their target cells. ഇങ്ങനെ ഓരോ ഹോർമോണും അതിന് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളിൽ ആണ് പ്രവർത്തിക്കുക. ഇത്തരം കോശങ്ങളെ പറയുന്ന പേരാണ് ലക്ഷ്യ കോശങ്ങൾ. What are called target cells? The cells in which the hormones are acting, they are known as target cells. എന്താണ് ലക്ഷ്യകോശങ്ങൾ? ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളെയാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത്. So can all hormones act upon all cells? No. Hormones cannot act upon all cells. Do the hormones function in all cells? No. The hormones do not function in all cells. They only act upon those cells which have specific receptors. രക്തത്തിലൂടെ സംവഹിക്കപ്പെടുന്ന ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. രക്തത്തിലൂടെ സംവഹിക്കപ്പെടുന്ന ഹോർമോണുകൾക്ക് എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഓരോ ഹോർമോണിനെയും സ്വീകരിക്കാനും ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന അവയുടെ കോശങ്ങളെ പറയുന്ന പേരാണ് ലക്ഷ്യ കോശങ്ങൾ. ഓരോ ഹോർമോണിനും അതതിൻ്റെ ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. Each hormone molecule binds with the receptor to form a hormone receptor complex. ഓരോ ഹോർമോൺ തന്മാത്രയും അതിൻ്റെ ഗ്രാഹിയുമായി ബന്ധിച്ച് ഒരു ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. Formation of hormone receptor complex. Each hormone molecule binds with the receptor to form a hormone receptor complex. ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നത് എങ്ങനെ? ഓരോ ഹോർമോൺ തന്മാത്രയും അതിൻ്റെ ഗ്രാഹിയുമായി ബന്ധിച്ച് ഒരു ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. Now we can discuss what is the influence of hormone in their target cells. ഇനി നമുക്ക് ലക്ഷ്യകോശങ്ങളിലെ ഹോർമോണിൻ്റെ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാം. The enzymes are activated within the cell and certain changes occur in cellular activities. ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാകുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. What happens when the hormones reach their target cells? ഹോർമോണുകൾ അവയുടെ ലക്ഷ്യകോശങ്ങളിൽ എത്തിച്ചേർന്നാൽ
എന്താണ് സംഭവിക്കുക? Each hormone molecule first bind with the receptor to form a hormone receptor complex. After that, the enzymes are activated within the cell and changes occur in the cellular activities. ആദ്യമായി ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയും കൂടിച്ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. അതിനുശേഷം കോശത്തിനകത്ത് രാസാഗ്നികൾ അഥവാ എൻസൈമുകൾ പ്രവർത്തനക്ഷമമാകുകയും, അതായത് അവ പ്രവർത്തിക്കുകയും കോശങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു.